അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ബിസ്മില്ലാഹി വൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫി റസൂലില്ലാ വഅലാ ആലിഹി വസ്സഹാബിഹിൽ ഫൈസീൻ ബിറളില്ലാഹി അമ്മാ ബഅദ്. ഏറ്റവും സർവാദരണീയരായ ശ്രോതാക്കളെ, ജാമിയ സഅദിയ ഇന്ത്യൻ സെൻറ്റർ ദുബൈ സംഘടിപ്പിക്കുന്ന UAE ഖുത്ബ തർജ്ജമയിലാണ് നാം ഉള്ളത്. ഇന്നത്തെ ഖുത്ബയുടെ വിഷയം നമുക്ക് ചോദിക്കാനും പറയാനും പറ്റിയ ഒരു രക്ഷിതാവ് ഉണ്ട് എന്നുള്ള ഏറ്റവും വലിയ മോട്ടിവേഷനാണ് നമുക്ക് നൽകുന്നത്. നമുക്ക് ഒരു വിഷയത്തിലും വിഷമിക്കേണ്ട, മാനസിക വിഭ്രാന്തി ഉണ്ടാവേണ്ട, ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല. കാരണം എല്ലാത്തിനും മതിയായ രക്ഷിതാവ് നമുക്കുണ്ട്. ആ രക്ഷിതാവിനെ അനുസരിച്ച് ജീവിക്കാനും നമ്മുടെ വിഷമങ്ങളും കാര്യങ്ങളുമൊക്കെ അവനിലേക്ക് സമർപ്പിക്കാനും നമ്മെ പ്രചോദിപ്പിക്കുകയാണ് ഇന്നത്തെ ഖുതുബ. അല്ലാഹു തആല പരിശുദ്ധ ഖുർആനിൽ പറഞ്ഞു, ഇന്നല്ലാഹ മഅല്ലദീന തഖൗ വല്ലദീന ഹും മുഹ്സിനൂൻ. അല്ലാഹുവിൻ്റെ വിധിവിലക്കുകൾ അനുസരിച്ച് ജീവിക്കുന്ന, നന്മകൾ ചെയ്യുന്ന വിഭാഗം, അവരോടുകൂടെ അല്ലാഹു ഉണ്ടാകുമെന്നുള്ള ഏറ്റവും വലിയ സന്തോഷകരമായ ഒരു പ്രഖ്യാപനമാണ് ഖുർആനിൻ്റേത്. ബഹുമാനപ്പെട്ട സയ്യിദുന അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹുമ, തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ശിഷ്യഗണങ്ങളിൽ ഉന്നതമായ ഉദാത്തമായ സ്ഥാനം അലങ്കരിക്കുന്ന സ്വഹാബി വര്യരാണ് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമ. ഒരിക്കൽ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പിന്നിൽ വാഹനത്തിൽ സഞ്ചരിക്കുമ്പോൾ അല്ലാഹുവിൻ്റെ ഹബീബായ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മഹാനവറിലേക്ക് തിരിഞ്ഞു നോക്കി. ഒരു നല്ല അധ്യാപകൻ്റെ റോളിൽ, ഒരു സംരക്ഷകൻ്റെ റോളിൽ തിരിഞ്ഞു നോക്കിക്കൊണ്ട് പറഞ്ഞു, യാ ഗുലാം, എൻ്റെ പൊന്നുമോനെ, ഇന്നി ഉഅല്ലിമുക കലിമാത്തിൻ, നിനക്ക് ഞാൻ പ്രധാന പോയിന്റുകൾ പഠിപ്പിച്ചു തരാം. ഇഹ്ഫളില്ലാഹ യഹ്ഫളുക, നീ അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കുക, എന്നാൽ അള്ളാഹു നിന്നെയും കാത്തുകൊള്ളും. ഇഹ്ഫളില്ലാഹ തജിദുഹു തുജാഹക, നീ അള്ളാഹുവിനെ സൂക്ഷിച്ച് പരിഗണിച്ച് ജീവിക്കുകയാണെങ്കിൽ തജിദുഹു തുജാഹക, നിന്റെ മുന്നിൽ അള്ളാഹുവിനെ നിനക്ക് എത്തിക്കാൻ കഴിയും. അതായത് അള്ളാഹുവിനെ നീ അനുസരിച്ച് ജീവിക്കുകയാണെങ്കിൽ, അള്ളാഹുവിനെ പരിഗണിക്കുകയാണെങ്കിൽ അള്ളാഹു നിൻ്റെ മുന്നിൽ എപ്പോഴും ഉണ്ടാകും. ഒരു വിഷമഘട്ടങ്ങളിലും പ്രതിസന്ധിയിലും നിനക്ക് പതറേണ്ട ആവശ്യമില്ല. അതുകൊണ്ട് നമ്മോട് ചിന്തനീയമായ ഈ ഒരു ഉപദേശം ഇപ്പോൾ നൽകുന്നത്, നമ്മുടെ മനസ്സ് ഒരു പ്രതിസന്ധി ഘട്ടങ്ങളിലും തളരേണ്ടതില്ല എന്ന വലിയ സന്ദേശം നമ്മെ അറിയിക്കാനാണ്. അല്ലാഹു തആല പറഞ്ഞു, ഇന്നസ്സമഅ വൽ അബ്സാറ വൽ ബസറ, നിശ്ചയമായും നമ്മുടെ കാഴ്ചയും കേൾവിയും, വൽ ഫുആദ, നമ്മുടെ മനസ്സൊക്കെ, കുല്ലു ഉലൈക കാന അൻഹു മസ്ഊല, വളരെ വ്യക്തമായും അതിൻ്റെ പ്രവർത്തനങ്ങളെക്കുറിച്ച് ചോദിക്കപ്പെടും. അതുകൊണ്ട് മുഴുവൻ ഹറാമുകളിൽ നിന്നും അള്ളാഹു നിഷിദ്ധമാക്കിയ കാര്യങ്ങൾ, അതുതന്നെയാണ് മനുഷ്യത്വത്തിന് വിഘാതമാകുന്നവ. എല്ലാ മതങ്ങളും വെറുക്കുന്നത്, എല്ലാ പ്രസ്ഥാനങ്ങളും എല്ലാ മനുഷ്യരും വെറുക്കുന്നതും അവരുടെ ശരീരങ്ങൾക്ക് ആവശ്യമില്ലാത്തതും മാത്രമേ അള്ളാഹു ഹറാമാക്കിയിട്ടുള്ളൂ. ആ നിഷിദ്ധമാക്കിയത് നിങ്ങൾ ഒഴിവാക്കി ജീവിക്കണം. അങ്ങനെ അള്ളാഹുവിനെ രഹസ്യവും പരസ്യവുമായി ആ റബ്ബിനെ നിങ്ങൾ സൂക്ഷിച്ച് ജീവിക്കണം.
എന്നാൽ ഖൈറുൻ ഹാഫിളൻ വഹുവ അർഹമുർ റഹീമീൻ, അവൻ ആരാണെന്ന് നമുക്കറിയുമോ? ഖൈറുൻ ഹാഫിള, ഈ ലോകത്ത് ഏറ്റവും കൂടുതൽ ഏറ്റവും നല്ല നിലയിൽ സംരക്ഷണം നൽകാൻ, ഏത് പ്രതിസന്ധിയിൽ നിന്നും രക്ഷിക്കുന്നവരിൽ ഏറ്റവും ഉത്തമനായവൻ അവൻ തന്നെയാണ്. വഹുവ അർഹമുർ റഹീമീൻ, അവൻ ഏറ്റവും കൃപയുള്ളവനുമാണ്. അതുകൊണ്ട് റബ്ബിനെ നിങ്ങൾ എത്രത്തോളം സൂക്ഷിച്ച് ജീവിക്കുന്നുവോ, അവൻ്റെ വിധിവിലക്കുകൾ അനുസരിച്ച് ജീവിക്കുന്നുവോ, ആ സമയത്തൊക്കെ അള്ളാഹു നിങ്ങളുടെ മുന്നിലുണ്ടാകും, നിങ്ങളെ സംരക്ഷകനായിട്ട് റബ്ബുണ്ടാകും എന്ന് നമ്മെ പരിശുദ്ധ ഖുർആൻ, അള്ളാഹുവിൻ്റെ വചനങ്ങൾ തെര്യപ്പെടുത്തുകയാണ്. അന്നല്ലാഹ മഅൽ മുഅ്മിനീൻ, ദൃഢമായ വിശ്വാസമുള്ളവർ അവരോടുകൂടെ അള്ളാഹു ഉണ്ടാകും. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഇദാ സഅൽത ഫസ്അലില്ലാഹ, നിങ്ങൾ എന്ത് ചോദിക്കുകയാണെങ്കിലും അള്ളാഹുവിനോട് ചോദിച്ചുകൊള്ളൂ. കാരണം നമുക്ക് ചോദിക്കാനും പറയാനും സംരക്ഷിക്കാനുമുള്ള ഏറ്റവും വലിയ ഉടമസ്ഥനായ കാരുണ്യവാനായ രക്ഷിതാവ് അവൻ മാത്രമാണ്. അവനല്ലാത്തവരെ നിങ്ങൾ ഒരിക്കലും ആരാധിക്കരുത്. അമറ അല്ലാ തഅബുദു ഇല്ലാ ഇയ്യാഹു, അള്ളാഹു കൽപ്പിച്ചിട്ടുണ്ട്, അള്ളാഹുവിനല്ലാതെ നിങ്ങൾ ആരാധിക്കാൻ പാടില്ല. വഖിം വജ്ഹക ലിദ്ദീൻ ഹനീഫ, നിങ്ങളുടെ മനസ്സിനെയും ശരീരത്തെയും നിങ്ങളെപ്പോഴും റെഡിയാക്കി നിർത്തേണ്ടത് ഹനീഫൻ, മറ്റു ആദർശങ്ങളിൽ നിന്നും വിശ്വാസങ്ങളിൽ നിന്നും മറ്റു വികലമായ ചിന്താഗതികളിൽ നിന്നൊക്കെ മാറ്റി അള്ളാഹുവിലേക്ക് മാത്രം നിങ്ങളുടെ മനസ്സിന് നിങ്ങൾ തിരിക്കണം. നിങ്ങളുടെ ശരീരത്തെ നിങ്ങൾ തിരിക്കണം. നിങ്ങളുടെ പ്രവർത്തനങ്ങൾ നിങ്ങൾ ഒതുക്കണം. വലാ തകൂനന്ന മിനൽ മുശ്രിക്കീൻ, ബൗദ്ധൈവ വിശ്വാസികളിൽ നിങ്ങൾ പെടാൻ പാടില്ല. കാരണം അള്ളാഹു അല്ലാതെ മറ്റൊരു ആരാധനക്കർഹൻ ഇല്ല എന്ന സത്യം മനസ്സിലാക്കി തന്നെ നാം യഥാർത്ഥ തൗഹീദിൻ്റെ പക്ഷത്ത് നിലകൊള്ളണം. വലാ തദഉ മിൻ ദൂനില്ലാഹി മാ ലാ യൻഫഉക വലാ യദുറുക, നിങ്ങൾക്ക് ഉപകാരമോ ഉപദ്രവമോ ചെയ്യാത്തതിനെ നിങ്ങളൊരിക്കലും ആരാധിക്കരുത്, അള്ളാഹുവിനെ ഒഴിവാക്കിക്കൊണ്ട്. ഫൈൻ ഫഅൽത, അങ്ങനെ റബ്ബിനെ ഒഴിവാക്കി നിങ്ങൾ മറ്റു ആരാധ്യ വസ്തുക്കൾ ആരാധിക്കുകയാണെങ്കിൽ ഫൈന്നക ഇദൻ മിനൽ ളാലിമീൻ, നിങ്ങൾ ആ സമയത്ത് അക്രമികളിൽ പെട്ടുപോകും. നിങ്ങളുടെ ശരീരത്തെ തന്നെയാണ് നിങ്ങൾ ഈ അവിശ്വാസത്തിലൂടെ ആക്രമിക്കുക. അല്ലാഹുവിൻ്റെ ഹബീബായ റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു, മാ മിൻ മുഅ്മിനിൻ യൻസിബു വജ്ഹഹു ഇലല്ലാഹി യസ്അലുഹു മസ്അലതൻ ലാ അഅതാഹു ഇയ്യാഹു, ഏതൊരു വിശ്വാസിയും അവൻ്റെ മുഖത്തെ അവൻ്റെ ശരീരത്തെ അള്ളാഹുവിലേക്ക് പ്രതിഷ്ഠിച്ചുകൊണ്ട് ഏതൊരു കാര്യം നിഷ്കളങ്കമായി ചോദിക്കുന്നുവോ ലാ അഅതാഹു ഇയ്യാഹു, അള്ളാഹു അതവന് നൽകിയിരിക്കും. അള്ളാഹുവിനോട് കേണപേക്ഷിച്ചുകൊണ്ട് റബ്ബിലേക്ക് മനസ്സ് തിരിച്ച് ചോദിക്കുന്ന ഏത് ചോദ്യവും അള്ളാഹു തട്ടിക്കളയില്ല. ഇമ്മ അജ്ജലഹലഹു ഫിദ്ദുനിയ, ഒന്നിരിക്കൽ അവന് ദുനിയാവിൽ തന്നെ അതിൻ്റെ ഉത്തരം നൽകും. വഇമ്മ ദഖറഹലഹു ഫിൽ ആഖിറത്തി, ഒന്നിരിക്കൽ ആഖിറത്തിലേക്ക് അള്ളാഹു നീട്ടിവെക്കും. മാലം യുഅജ്ജിൽ, അവനതിനെ ഉളരി ചോദിക്കാത്ത കാലത്തോളം, ധൃതി കാണിക്കാത്ത കാലത്തോളം, അക്ഷമനായി അവൻ ദുആ ചെയ്യാത്ത കാലത്തോളം അവൻ റബ്ബിനോട് പറയാണ്, പഠിച്ചവനെ ഞാൻ എത്ര ദ്വാരുന്നു, എനിക്കെന്തേ നീ ഉത്തരം ചെയ്യാത്തത്? റബ്ബിനെ ചോദ്യം ചെയ്യാൻ പാടില്ല. നിങ്ങൾ അള്ളാഹുവിന് മുന്നിൽ നിൽക്കേണ്ടത് ഉഖൂഫൽ മുജറബിൽ മുഖ്തബർ, ഒരു പരീക്ഷകൻ്റെ റോളിൽ നിൽക്കാൻ പാടില്ല. എനിക്ക് അള്ളാഹു തരുമോ ഇല്ലേ എന്ന ശങ്കയോടുകൂടി നിങ്ങൾ ദുആ ചെയ്യാൻ പാടില്ല. ബൽ ഉഖൂഫൽ മൂഖിനി അൽ മുസ്തബിഷർ, നല്ല പ്രസന്നമായ മുഖത്തോടുകൂടെയും ശാന്തമായ മനസ്സോടുകൂടെയും ഉറപ്പുള്ള ഹൃദയത്തോടുകൂടെയും എൻ്റെ രക്ഷിതാവ് അവനാണ്, അവൻ എന്നെ കൈവടിയില്ല എന്ന ദൃഢമായ വിശ്വാസത്തോടുകൂടെ എനിക്കവൻ തരാതിരിക്കില്ല എന്ന പൂർണ്ണമായ ഉറപ്പോടുകൂടെയുമായിരിക്കണം റബ്ബിനോട് ദുആ ചെയ്യേണ്ടത്. അള്ളാഹു പറയുന്നു, വലില്ലാഹിൽ അസ്മാഉൽ ഹുസ്ന, അള്ളാഹുവിന് ഒരുപാട് പേരുകളുണ്ട്. ഫദൂഹു ബിഹ, അതുകൊണ്ട് നിങ്ങൾ റബ്ബിനെ വിളിക്കണം, റബ്ബിനോട് ദുആ ചെയ്യണം. വദറുല്ലദീന യുൽഹിദൂന ഫി അസ്മാഇ, അള്ളാഹുവിൻ്റെ ഇസ്മുകളിൽ, വിശേഷണങ്ങളിൽ, വിശ്വാസങ്ങളിൽ കൃത്രിമം കാണിക്കുന്നവരുണ്ട്. അവരെ നിങ്ങൾ വിട്ടേച്ചു പോവുക, അവരൊഴിവാക്കുക, അവർ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട. ഫഇദസ്തഅൻത ഫസ്തഇൻ ബില്ലാ,
നിങ്ങൾ എന്ത് സഹായം ചോദിക്കുകയാണെങ്കിലും അള്ളാഹുവിനോട് നിങ്ങൾ സഹായം തേടിക്കോ. ആ റബ്ബെങ്ങനെയാണ് നമ്മെ സഹായിക്കാതിരിക്കുക? അവൻ നമ്മെ സഹായിക്കാൻ, അവൻ്റെ അടിമകൾക്ക് സഹായം നൽകാൻ ഒരുങ്ങിയിരിക്കുന്ന കൃപാലുവായ കാരുണ്യവാനായ രക്ഷിതാവല്ലേ. ബഹുമാനപ്പെട്ട ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരുപാട് വിശ്വാസപരമായ കാര്യങ്ങൾ നമുക്ക് മോട്ടിവേഷൻ നൽകുന്ന, നമ്മുടെ മനസ്സിന് ശാന്തതയും സമാധാനവും വിജയവും വാഗ്ദാനം ചെയ്യുന്ന, ഉറപ്പ് നൽകുന്ന ഒരുപാട് ഉപദേശങ്ങൾ നൽകിയിട്ടുണ്ട്. ബഹുമാനപ്പെട്ട ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അന്നവനോടുള്ള ഉപദേശത്തിൽ റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു, ഓ പ്രിയപ്പെട്ട മോനെ, വഅലം അന്നൽ ഉമ്മത്ത ലവിജ്തമഅത ലാ യൻഫഉക ബിശൈഇൻ ലം യൻഫഉക ഇല്ലാ ബിശൈഇൻ ഖദ് കതബല്ലാഹു ലക്. നിനക്ക് ഉപകാരം ചെയ്യാൻ ഈ ലോകത്തുള്ളവർ മുഴുവനും ശ്രമിച്ചാലും അള്ളാഹു കണക്കാക്കിയ ഉപകാരമേ അവർക്ക് ചെയ്യാൻ പറ്റൂ. ഇനി വലവിജ്തമഅ വലാ യദുറുക ബിശൈഇൻ ലം യദുറുക ഇല്ലാ ബിശൈഇൻ ഖദ് കതബല്ലാഹു അലൈക. മോനെ, ഈ ലോകത്തുള്ള മുഴുവൻ ശക്തികളും നിന്നെ ആക്രമിക്കാനും നിന്നെ ബുദ്ധിമുട്ടിക്കാനും നിന്റെ ജീവിതം നശിപ്പിക്കാനും ശ്രമിച്ചു എന്ന് കൂട്ടിക്കോ, ഒരിക്കലും അതിനവർക്ക് സാധ്യമല്ല. അള്ളാഹു കണക്കാക്കിയ വിഷമമല്ലാതെ നിന്നെ ഏൽപ്പിക്കാൻ അവർക്ക് കഴിയില്ല. ഇത് അള്ളാഹുവിലുള്ള ദൃഢമായ വിശ്വാസമാണ്. ഒരിക്കലും നാം അക്രമികളെ പേടിക്കേണ്ടതില്ല. എന്തക്രമവും ഏത് പ്രതിസന്ധികളും നമുക്ക് വരുമ്പോൾ അള്ളാഹുവിലേക്ക് നമ്മുടെ മനസ്സ് തിരിക്കുക. വയംസസ്കല്ലാഹു ബിദുർരിൻ ഫലാ കാശിഫ ലഹു. ആരെങ്കിലും അള്ളാഹു ബുദ്ധിമുട്ട് നിശ്ചയിക്കുന്നുവെങ്കിൽ, വിഷമം ഉദ്ദേശിക്കുന്നുവെങ്കിൽ ഒരിക്കലും അവനെ രക്ഷപ്പെടുത്താൻ ഒരാൾക്കും കഴിയില്ല. അള്ളാഹു നന്മ ഉദ്ദേശിക്കുകയാണെങ്കിൽ ഫഹു അലാ കുല്ലി ഷൈഇൻ ഖദീർ. അവനെല്ലാത്തിനും കഴിവുള്ളവനാണ്. അത് തടയാനോ അത് നശിപ്പിക്കാനോ നമ്മുടെ നാടിനെയോ ഈ രാഷ്ട്രത്തെയോ ഇവിടുള്ള ജനങ്ങളെയോ ആരെയും നശിപ്പിക്കാൻ ഒരു ശക്തിക്കും സാധ്യമാവുകയും ഇല്ല. അള്ളാഹുവിൻ്റെ വിധിയെ നടക്കുകയുള്ളൂ. അലൈസ അല്ലാഹു ബിക്കാഫിൻ അബ്ദ. ഏത് അടിമക്കും അള്ളാഹു പോരെ. യുഖവ്വിഫൂനക ബില്ലദീന മിൻ ദൂനി. നബിയെ, അവർ തങ്ങളെ പേടിപ്പിക്കുന്നത് അള്ളാഹു അല്ലാത്ത ശക്തികളെ കാണിച്ചുകൊണ്ടാണ്. ഒരിക്കലും തങ്ങൾ പേടിക്കേണ്ടതില്ല. വിശ്വാസികൾ പേടിക്കേണ്ടതില്ല. വൻ ശക്തികളെ കാണിച്ചവർ നിങ്ങളെ ഭയപ്പെടുത്തും. അവർ പല വിഷയങ്ങളും കാണിച്ച് നിങ്ങളെ പേടിപ്പെടുത്തും. അതൊന്നും നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതില്ല. നിങ്ങളെ റബ്ബിനെ പേടിച്ചുകൊണ്ട് അവരെ പരിഗണിച്ച് അവനോട് സഹായം ചോദിച്ച് അവനോട് കാര്യങ്ങളൊക്കെ സമർപ്പിച്ച് നിങ്ങൾ ജീവിക്കുക. വഇലൈഹി യർജുൽ അംറു കുല്ലു ഫഅബ്ദുഹു വതവക്കൽ അലൈഹി. ഏത് കാര്യവും മടക്കപ്പെടുന്നതും മടങ്ങുന്നതുമൊക്കെ അള്ളാഹുവിലേക്കാണ്. അതുകൊണ്ട് ഫഅബ്ദുഹു, അവനെയാണ് നിങ്ങൾ ആരാധിക്കേണ്ടത്. അവനിലേക്കാണ് നിങ്ങൾ നിങ്ങളുടെ കാര്യങ്ങളെ ഏൽപ്പിക്കേണ്ടത്. അതുകൊണ്ട് ഒരു വിഷയത്തിനും നിങ്ങൾ ടെൻഷനടിച്ച് മാനസികമായി ശാരീരികമായി നിങ്ങൾ തകരേണ്ടതില്ല. നിങ്ങളെയും നിങ്ങൾ താമസിക്കുന്ന രാജ്യങ്ങളെയും നിങ്ങളുടെ ഭരണാധികാരികളെയും നിങ്ങൾക്ക് നന്മ ആഗ്രഹിക്കുന്ന മുഴുവൻ ആളുകളെയും സംരക്ഷിക്കേണ്ടതവനാണ്. അതുകൊണ്ട് തന്നെ റഹമുറാഹിമായ മലിക്കുൽ ജബ്ബാറായ രാജ്യസയ്യിദായ അല്ലാഹുവേ, നിന്നിലേക്ക് ഞങ്ങളുടെ മനസ്സും ശരീരവും തിരിക്കുന്ന റബ്ബേ, നീ ഞങ്ങളുടെ എല്ലാ കാര്യങ്ങളിലും നന്മകളും വിജയങ്ങളും പഠിച്ചവനെ നല്ല പുരോഗതിയും ഈ നാട്ടിനും ഈ നാട്ടിൽ താമസിക്കുന്നവർക്കും ഇവിടെയുള്ള ഭരണാധികാരികൾക്കും മുഴുവൻ ആളുകൾക്കും നീ നൽകണം റഹ്മാനെ. ഈ നാടിന് നേരെ വരുന്ന മുഴുവൻ വിപത്തുകളിൽ നിന്നും പഠിച്ചവനെ നല്ലവർ താമസിക്കുന്ന എല്ലാ നാടുകളെയും നീ കാത്ത് സലാമത്താക്കണം റഹ്മാനെ. സംരക്ഷിക്കണം റഹ്മാനെ. എല്ലാവിധ അപായങ്ങളിൽ നിന്ന് നീ രക്ഷപ്പെടുത്തണം റഹ്മാനെ. സുന്ദരമായ ജീവിതം ലോകത്തിന് സമ്മാനിക്കുന്ന UAE എന്ന ഈ വിശുദ്ധമായ രാജ്യം എല്ലാ മനുഷ്യരെയും ഒരുപോലെ ഏറ്റെടുത്ത് എല്ലാ മനുഷ്യർക്കും സുന്ദരമായ സുഖമായ ജീവിതവും അതേപോലെ തന്നെ ജീവിതോപാധികളും നൽകുന്ന ഈ നല്ല വാത്സല്യമുള്ള മാതാവിൻ്റെ മാർവിടമായ ഈ രാജ്യം അല്ലാഹു ഒരു പോറലുമേൽക്കാതെ നീ നിലനിർത്തണം റഹ്മാനെ. ലോകത്തിന് ഉപകാരപ്രദമായ രീതിയിൽ, ദീനിന് ഉപകാരപ്രദമായ രീതിയിൽ നീ നിലനിർത്തണം റഹ്മാനെ എന്ന് ദുആ ചെയ്തുകൊണ്ട് വാഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.